നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പാലക്കാട് മുണ്ടൂർ ഉല്ലാസ് മാഷിന്റെ ശിഷ്യഗണങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തായാലും അവരിപ്പോൾ രാവിലെ തന്നെ ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. മാഷെ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കൊറോണയ്ക്ക് സമയത്ത് തുടങ്ങിയ എക്സസൈസാണ് ഇപ്പോൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും നല്ല ഉശരന്മാരൊക്കെ ഉണ്ട്, നല്ല ചെയ്യുന്നു. 80 വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് ഇവിടെ. ഇതാ ചെറിയ കുട്ടികൾ എന്നിട്ട് കാണാൻ കഴിയുന്നത് ഒരു കൊച്ചുകുട്ടി മുതൽ അത്യാവശ്യം പ്രായമുള്ള ആളുകൾ വരെ ഉണ്ടെന്നു അല്ലേ? പ്രത്യേകിച്ചിട്ട് ഇതിൽ പട്ടാളത്തിൽ പോകാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാവരും ഒരു കമാൻഡോസ് ആക്കുക, അല്ലാണ്ട് സാധാരണ സോൾജേഴ്സ് അല്ല, ഒരു എക്സ്ട്രാ പവറുള്ള ഒരു കമാൻഡോസ് ആക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഞാനൊരു ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു അംബിഷനാണ് എല്ലാവരും ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജനതനെ കെട്ടിപ്പിടിക്കാറ്, ഒരു നല്ല ആരോഗ്യം. എന്താ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കാതെ ഉള്ളൊരു ആരോഗ്യം കൊണ്ട് ഒരുപാട് ഫൈദയുണ്ട് ഇവിടെ ആൾക്കാർക്ക്. എങ്ങനെയാണ് ഉല്ലാസമാഷിന്റെ അടുത്തേക്ക് വന്നത്? ഉല്ലാസമാഷിന്റെ അടുത്തേക്ക് വരുന്നത് ഉല്ലാസമാഷം ഇങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇനി നമ്മൾ ഈ വ്യായാമത്തിന്റെ കുറവ് കൊണ്ട് അസുഖങ്ങളൊന്നും വരണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ മാസ്റ്റർ തുടങ്ങിയെന്ന് പറഞ്ഞു. മാസ്റ്റർ അടുത്ത് വരാമെന്ന്. എനിക്ക് അത്യാവശ്യം BP പിന്നെ ഇതെല്ലാം കൊളസ്ട്രോളും എല്ലാം ഉണ്ടായിരുന്നതാണ്. എല്ലാം ശരിയായി. 1 വർഷമായി ഞാൻ അവിടെ വരുന്നു. മോളുടെ പേരെന്താ? എത്ര നാളെ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? മാഷിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? എന്റെ ഒപ്പം എത്താൻ പറ്റാറുണ്ടോ? നമ്മളാണ് കൂടുതൽ ഫിറ്റ്നസ് സാറാണോ? സാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ എക്സസൈസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ തന്നെ വീട്ടിലിരുന്ന് ഒരിക്കലും ചെയ്യില്ല. ഇവിടെ വന്നുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. സാറിനൊപ്പം നിങ്ങൾക്ക് എത്താൻ പറ്റാറുണ്ടോ? സാർ എത്തിക്കും. പട്ടാളച്ചിട്ട പോയാണ് തീർച്ചയായിട്ടും വളരെ. കാരണം ഇതിൽ പല ആളുകളും പട്ടാളത്തിൽ ചേരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രശ്നം ഇവിടെ ഞങ്ങൾ വരുന്ന ചെയ്യുന്ന സമയത്ത് ഇല്ലാണ്ടാവുകയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് നല്ലൊരു പരിപാടിയാണ്. ഈ ഗ്രാമത്തിന്റെ തന്നെ നാടിന്റെ തന്നെ ഒരു പുണ്യമാണ് സാറെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും 100 നാവ് തന്നെയാണ് സാറിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. അവർക്ക് എനിക്ക് കൊടുക്കാനുള്ളത് എല്ലാവരും നല്ല ഇന്ത്യൻ കമാൻഡോസ് ഇല്ലേ, നമ്മുടെ നല്ല ഉശരന്മാരായിട്ടുള്ള കമാൻഡോസ്, അതുപോലെ ആയിരിക്കണം. ഞങ്ങൾ റെഡിയാണ്. ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനും എല്ലാ ആൾക്കാരും റെഡിയാണോ? നാടിന്റെ തന്നെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ആരോഗ്യമുള്ള മനുഷ്യരാണ്. അങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യരെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ഉല്ലാസ് മാഷിന്റെ ആ ഉദ്യമത്തിന് ഒരുപാട് പേർ ഇവിടെ ഇങ്ങനെ പങ്കാളികളാകുകയാണ്. മൽഗൂർ സി മോഹനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ശ്യാമ്, ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറിയതിനു ശേഷം വീണ്ടും സ്വന്തം നാടിന് വേണ്ടി എന്തെങ്കിലും നല്ല പ്രവർത്തികളൊക്കെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം മുന്നിട്ടിറങ്ങിയതിന് ആദ്യം തന്നെ വലിയൊരു കയ്യടി കൊടുക്കാം. നാടിനെ ആകെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ഉള്ളപ്പോൾ പിന്നെ എന്ത് അസുഖം വരാനാണല്ലേ? അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതാണ് അവർ ഓരോരുത്തരും. പാലക്കാട് മുണ്ടൂരാണ് ഈ ഉല്ലാസ് മാഷിന്റെ വീട്. അപ്പോൾ ഉല്ലാസ് മാഷ് ഏകദേശം 23 വർഷക്കാലം CRPF പാരാമിലിറ്ററി വിഭാഗത്തിൽ കമാൻഡന്റായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. ഇതിനിടയിലും അദ്ദേഹത്തിന് ഫിസിക്കൽ ട്രെയിനിങ് വളരെയേറെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഫിസിക്കൽ ട്രെയിനറായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഫലമോ മറ്റോ ഒന്നും പറ്റിയല്ല. അതായത് നിലവിൽ ആ ഗ്രാമത്തെ ഒരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ സൃഷ്ടിക്കുക, ആരോഗ്യമുള്ള ആളുകളെ വാർത്തെടുക്കുക എന്ന ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഉല്ലാസ് മാഷിനുള്ളത്. അതിന് ഉല്ലാസ് മാഷിൻ്റെ ആ ഒരു പ്രയത്നത്തിന് സ്വാഭാവികമായിട്ടും നിരവധി ആളുകളുടെ പിന്തുണയാണ് കിട്ടുന്നത്. നിലവിൽ ഈ മുണ്ടൂര് മാത്രമല്ല ഉല്ലാസ് മാഷ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് നടത്തുന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നടത്തുന്നുണ്ട്. ഇത് രാവിലെ പുലർച്ചെ ഏകദേശം 5 മണിയോടുകൂടിയാണ് മുണ്ടൂര് ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷൻ ആരംഭിക്കുന്നത്. അവിടെ ഉല്ലാസ് മാഷിന്റെ വീടിനടുത്ത് തന്നെയാണ് ഈ മുണ്ടൂർ ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിനോട് ചേർന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ, ജോലി ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ വളരെയേറെ പ്രായമുള്ള ആളുകൾ വരെ ഈ ഉല്ലാസ് മാഷിന്റെ ആ ശിക്ഷണത്തിൽ അവിടെ വന്ന് ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് പോകുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവർക്കെല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു ആവേശം, അത്
ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളും അതിൽ ലയിച്ചു പോകുന്ന, അല്ലെങ്കിൽ ആ ട്രെയിനിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു ആവേശം നമുക്കും കിട്ടും. അത്രയേറെ കാര്യക്ഷമതയോടുകൂടിയാണ് ഇവർ ഓരോരുത്തരെയും, ആ ചേച്ചിമാരുണ്ട്, കൊച്ചു പയ്യന്മാരുണ്ട്, ഉല്ലാസ് മാഷിനേക്കാളും മുതിർന്ന ആളുകളുണ്ട്. അങ്ങനെ അത്രയേറെ ആളുകൾക്ക് വലിയ പാരിതോഷികങ്ങളൊന്നും വാങ്ങിക്കാതെ ഒരു നല്ല കായിക കഴിവുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുക, നല്ലൊരു ആരോഗ്യമുള്ള ഗ്രാമത്തെ സൃഷ്ടിച്ചെടുക്കുക, മെഡിക്കൽ ഷോപ്പിൽ പോയി ക്യൂ നിൽക്കാതെ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള ആളുകളെ വാർത്തെടുക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഉല്ലാസ് മാഷിന്റെ ലക്ഷ്യം അത് തന്നെയാണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇത്രത്തോളം കഷ്ടപ്പെടുന്നതിന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫലം എന്താണ് എന്നതിന്റെ മറുപടി കൂടി അവിടെ അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോരുത്തരും നൽകുന്നുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, നല്ല ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പരിശ്രമത്തിന് ലഭിക്കുന്ന ഒരു ഫലം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. നാടിന് വേണ്ടി നിൽക്കുന്ന രണ്ട് സൈനികർ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ആ നാടിന് വേണ്ടി വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യുന്നു. ആ നാടൊന്നാകെ അവരോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ രണ്ട് മനുഷ്യരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ശരി ശ്യാം.